ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു പുതിയ ചെസ് ഓപ്പണിംഗ് ആണ് പഠിക്കാൻ പോകുന്നത്. ഈ ചെസ് ഓപ്പണിംഗ് ബ്ലാക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഗെയിംസിൽ ഓപ്പണിംഗ് സ്റ്റേജിൽ ഇത് നന്നായിട്ട് യൂസ്ഫുൾ ആവും. ഈ ചെസ് ഓപ്പണിംഗ് ഇതെല്ലാവരും പ്രിഫർ ചെയ്യുന്നൊരു ഓപ്പണിംഗ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഓപ്പണൻ്റ് E4 കളിച്ചെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് കളിക്കും? ഇപ്പോൾ ഗെയിമിലേക്ക് പുതിയതായിട്ട് വരുന്നവരാണെങ്കിൽ പറയും, ഞാൻ ഇങ്ങനെ കളിക്കും, സെയിം എനിക്ക് ഇങ്ങനെ കളിക്കാം, ഇവിടെ സെൻറ്ററിൽ സ്പേസ് എടുക്കാം, ഇങ്ങനെ കളിക്കണമെന്ന് ബ്ലോക്ക് ചെയ്യാം. അല്ലെങ്കിൽ ചിലവർ വിചാരിക്കും സ്കാൻഡിനേവിയൻ ഡിഫൻസ് കളിക്കാം, ഇങ്ങനെയെങ്കിലും കളിക്കാം. പക്ഷേ നമുക്ക് ഇന്നത്തിന് നമ്മൾ പ്രോ ലെവലിലേക്ക് പോവാണ്. സോ നിങ്ങളുടെ ഓപ്പണൻറ്റ് ഇങ്ങനെ കളിച്ചെന്ന് വരിക. നിങ്ങൾ ഗ്രാൻഡ് മാസ്റ്റർ ഗെയിംസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഗെയിം ഈ ഓപ്പണിംഗ് കണ്ടിട്ടുണ്ടാവും മിക്ക ഗെയിമുകളിലും. ആൻഡ് ദ ഓപ്പണിംഗ്സ് നെയിം ഈസ് ദ കാരോക്കാൻ ഡിഫൻസ്. ഇതിനാണ് കാരോക്കാൻ ഡിഫൻസ് എന്ന് പറയുന്നത്. ഞാൻ ബ്ലാക്കിൽ കളിക്കാറുള്ളത് ഈ ഓപ്പണിംഗ് തന്നെയാണ്. ഇതിൻ്റെ മെയിൻ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിങ്ങനെ കളിക്കുകയാണെങ്കിൽ D4 കളിച്ച് സെൻറ്ററിൽ ഫുൾ സ്പേസ് എടുക്കാൻ നോക്കിയാൽ, ഇങ്ങനെ സെൻറ്ററിൽ സ്പേസ് എടുക്കാൻ നോക്കിയാൽ നമ്മൾ ഇവിടെ കളിച്ച് സെൻറ്ററിൽ ബ്രേക്ക് കൊണ്ടുവരും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ബ്ലാക്ക് ഇപ്പം വൈറ്റ് നമ്മളിപ്പോൾ ക്യാപ്ചർ ചെയ്തെന്ന് വെച്ചോ, നമ്മൾ ഈ പോണ വെച്ച് തിരിച്ച് റീക്യാപ്ചർ ചെയ്യും. അപ്പോൾ വൈറ്റിന് ഒരൊറ്റ പോണ സെൻറ്ററിൽ കാണും. അതേസമയം നമുക്ക് 2 പോണുകൾ സെൻറ്ററിൽ ഉണ്ടാവും. കാരണം ഈ പോൺ ക്യാപ്ചർ ആയെങ്കിലും ഈ പോണിൻ്റെ പ്ലേസിൽ ഈ പോൺ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സെൻറ്ററിൽ മാക്സിമം പ്രഷറും കൺട്രോളും നമുക്ക് കിട്ടും. സോ ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് മൂവ് ഇത് തന്നെയാണ്. അപ്പം നമ്മൾ ഇങ്ങനെ കളിക്കും. ഇവിടെ നിങ്ങളുടെ ഓപ്പണൻസ് ഇതിന് കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. ഇതിൽ എക്സ്ചേഞ്ച് വേരിയേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഇതിനെ ഇങ്ങോട്ട് ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഇതിന് എക്സ്ചേഞ്ച് വേരിയേഷൻ എന്ന് പറയും. ഇതിന് എക്സ്ചേഞ്ച് വേരിയേഷൻ എന്ന് പറയും. ഇത് നിങ്ങൾക്ക് കുറച്ച് ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ പീസസിനെ ഡെവലപ്പ് ചെയ്യാം. നമുക്കിതിങ്ങനെ ആക്റ്റീവൊക്കെ ചെയ്ത് ഇവിടെ അറ്റാക്കൊക്കെ കൊണ്ടുവരാം. പീസുകളെ ഡെവലപ്പ് ചെയ്യാം, ആക്റ്റീവ് ആക്കാം. ഓരോന്നായിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. ഇപ്പോൾ വൈറ്റിൻ്റെ എൻജിനനുസരിച്ച് ബെസ്റ്റ് മൂവ് എന്ന് പറഞ്ഞാൽ, എൻജിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എൻജിനനുസരിച്ച് വൈറ്റിന് ബെസ്റ്റ് ഇതാണ്. നമുക്ക് ബെസ്റ്റ് മൂവ് അപ്പോൾ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാം. പിന്നെ ഇത് ഡെവലപ്മെൻറ്റ് നമുക്ക് പ്രത്യേകിച്ച് നോക്കാമെന്നില്ല. ഇതിനെയൊക്കെ ബിഷപ്പ്, നൈറ്റ് അങ്ങനെ ഓരോ പീസ് നമുക്ക് മെല്ലെ ആക്റ്റീവ് ആക്കാം. എന്നാൽ ചില ഗെയിമുകളിൽ എക്സ്ചേഞ്ച് നമുക്ക് കിട്ടും. എക്സ്ചേഞ്ച് വന്നാലും അതിലും വേറെ വേരിയേഷൻസ് ഉണ്ട്. ഇവിടെ ഇതുണ്ട്. ഇതിൻ്റെ പേരാണ് പാൻ ഓഫ് വേരിയേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. പാൻ ഓഫ് വേരിയേഷൻ. അപ്പോൾ ഇതിനെ ത്രട്ടൺ ചെയ്യുന്നത് നമ്മുടെ ഈ പോണ ക്യാപ്ചർ ചെയ്യണം. ഇതിൽ നിങ്ങൾ ഇതിനെ പോയി ക്യാപ്ചർ ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ ഇവിടെ കളിക്കണം. നമുക്കിതിനെ പ്രൊട്ടക്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതുപോലെ ക്യാപ്ചർ ചെയ്യാൻ പാടില്ലാത്ത ഒരു സിറ്റുവേഷനും കൂടി ഉണ്ട്. നിങ്ങൾ ഇതിൽ ഇങ്ങനെ സെൻറ്ററിൽ ബ്രേക്ക് കൊണ്ടുവരുമ്പോൾ, ഇതാണ് നോർമൽ കാരോക്കാൻ. ഇവിടെ ഇങ്ങനെ കളിക്കും. ഇത് കാരോക്കാൻ ഫാൻറ്റസി വേരിയേഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഇവിടെ ക്യാപ്ചർ ചെയ്താലത്തെ പ്രശ്നം, അവർ തിരിച്ച് ക്യാപ്ചർ ചെയ്ത് സെൻറ്ററിൽ ഇത് കൊണ്ടുവരും. കണ്ടോ? അപ്പോൾ കിങ്ങിൽ ഈ പോൺ വീക്കാണെങ്കിലും അവർക്ക് സെൻറ്ററിൽ സ്പേസ് ഉള്ളത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് നമ്മൾ അറ്റാക്ക് ചെയ്ത് ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് സിമ്പിളായിട്ട് ക്യാസിലൊക്കെ ചെയ്ത് കളി ജയിക്കാൻ പറ്റും. കളി ജയിക്കാൻ പറ്റുന്നല്ല, നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റും. സോ ഇതിലൊക്കെ നമ്മൾ ഇവിടെ C6 കളിക്കുന്നു.
e4 d5. ഇത്രയും കളിച്ച് കഴിയുമ്പോൾ ഇനി ഒരു വേരിയേഷനും കൂടി ഉണ്ട്, അതാണ് കിട്ടാൻ ചാൻസ് ഉള്ളൂ. പക്ഷെ ഗ്രാൻഡ് മാസ്റ്റർ ലെവലിൽ എക്സ്ചേഞ്ച് വേരിയേഷൻ കളിച്ചിട്ട് പാൻ ഓഫ് കളിക്കാനാണ് സാധ്യത ഉള്ളത്. അപ്പോൾ ഇവിടെ ഇത് കളിക്കാനുള്ള സാധ്യത ഉണ്ട്. അഡ്വാൻസ്ഡ് വേരിയേഷൻ കുറച്ചും കൂടി എൻജിൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇവിടെ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻജിൻ വൈസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബിഷപ്പിനെ F5 ഡെവലപ്പ് ചെയ്യാം. എന്നിട്ട് മറ്റേ പോണിന് ഇവിടെ കളിച്ച്, ഇതാണ് എൻജിൻ്റെ റെക്കമെൻഡേഷൻ. പക്ഷേ ഞാൻ എൻ്റെ ഗെയിംസിൽ ചെയ്യാറുള്ളത് ഡയറക്റ്റ് തന്നെ C5 കളിക്കും. ഡയറക്റ്റ് C5 എന്നിട്ട് ഇതിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ ഈ ബിഷപ്പ് ഇതിൽ ഇത്തിരി ബാഡായി പോവുമെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നല്ലതാണത്. ഇങ്ങനെ കളിക്കാം. ഇതിന് കാരോക്കാൻ അഡ്വാൻസ്ഡ് ബോട്ട് മിനി കാൾസ് ഡിഫൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, ഇവിടെ മറ്റേ വൈറ്റിൻ്റെ ബെസ്റ്റ് മൂവ് നൈറ്റ് F3 ആണ്. അപ്പം നമ്മൾ ഇതിനെ ക്യാപ്ചർ ചെയ്യും. ഇപ്പോൾ ഒരു നോർമൽ ഹ്യൂമൻ ബീങ് ആണെങ്കിൽ ഇതുപോലെ വല്ല നൈറ്റിനെ ഡെവലപ്പ് ചെയ്യും. നമ്മൾ നൈറ്റിനെയൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യും, അവർ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യും. കാരണം അവർക്ക് ഫാസ്റ്റ് ആസ് പോസിബിൾ ക്യാൻസൽ ചെയ്യണം. നമ്മൾ നമ്മുടെ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യും, അവർ ക്യാൻസൽ ചെയ്യും, നമുക്കും ക്യാൻസൽ ചെയ്യാം. ബിഷപ്പിന് ഇവിടെ കളിക്കാം. എന്നിട്ട് നമുക്ക് മിഡിൽ ഗെയിം ആകുമ്പോൾ വേണമെങ്കിൽ ബിഷപ്പിനെ നമുക്ക് സ്വസ്ഥമായിട്ട് ഇറക്കാം. സോ അങ്ങനെയൊക്കെ നമുക്ക് നോർമൽ ഡെവലപ്മെൻറ്റ് കളിച്ച് കളി ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് അഡ്വാൻസ്ഡ് കളിച്ചാലുള്ള. ഇനി നിങ്ങൾക്ക് വേറൊരു ഡൗട്ട് ഉണ്ടാകും. ഓക്കെ, പറഞ്ഞ പോലെ തന്നെ ഞാനിങ്ങനെ കളിച്ചു, അവരിതൊന്നും കളിച്ചില്ല. നമ്മൾ കവർ ചെയ്ത മൂവ് ഇപ്പോൾ ഫാൻറ്റസി വേരിയേഷന് പോയില്ല, എക്സ്ചേഞ്ച് വേരിയേഷന് പോയില്ല, അഡ്വാൻസ്ഡ് വേരിയേഷനും പോയില്ല. ഇപ്പോൾ ഇവർ ജസ്റ്റ് ഇങ്ങനെ വല്ലതും കളിച്ചു എന്ന് വെച്ചാൽ അവർക്ക് ആ സെൻറ്ററിന് അവർക്ക് എക്സ്ചേഞ്ച് കളിക്കണമെന്ന് താല്പര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇങ്ങനെ വല്ലതും കളിച്ചു കഴിഞ്ഞാൽ അവർ ലോസ്റ്റാണ്. ലോസ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചാൽ നമുക്കാണ് അഡ്വാൻറ്റേജ്. കാരണം നമുക്ക് സിമ്പിളായിട്ട് ക്യാപ്ചർ ചെയ്യാം. ഇത് അത്രയും കൂടിയും ഇത് പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ഇത് F3 അത്രയ്ക്ക് നല്ലതല്ല. നമുക്കിതിനെ സുഖമായിട്ട് ക്യാപ്ചർ ചെയ്യാം. നിങ്ങളുടെ ഓപ്പണൻ്റ് ഇതൊഴിച്ച് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പോണിനെ ക്യാപ്ചർ ചെയ്തോ. ഇത് വെച്ച് വെട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഫാൻറ്റസി വേരിയേഷൻ കളിച്ച് നിങ്ങൾ ഒരിക്കലും ക്യാപ്ചർ ചെയ്യരുത്, ഒരിക്കലും. സോ നിങ്ങൾക്ക് ഇതിനെ ക്യാപ്ചർ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കാണ് അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് +7 അഡ്വാൻറ്റേജ് ഉണ്ട്. അവരുടെ നൈറ്റിനെ ഒന്ന് ഇങ്ങോട്ടേക്ക് കളിക്കാം, അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി E5 ചാൻസസ് ഉണ്ട്. E5 കാരണം സെൻട്രൽ സ്ക്വയറാണ്. അത് കളിച്ച് കഴിഞ്ഞ് ഞാൻ കളിക്കുന്നതാണ് പറയുന്നത്. ഞാൻ എൻജിൻ ലെവൽ യൂസ് ചെയ്തല്ല പറയുന്നത്. ഞാനതിൽ ഒരു ചെറിയ ട്രിക്ക് ഇത് കളിക്കും. ഞാനിങ്ങനെ കളിക്കും. ഇതിനെ ക്യാപ്ചർ ചെയ്യാൻ ചാലഞ്ച് ചെയ്യുന്നത്. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിനെ ക്യാപ്ചർ ചെയ്യും, ഇവിടെ ചെക്ക് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് കഴിയുമ്പോൾ അവൻ്റെ ക്യാൻസലിംഗ് റൈറ്റ്സ് പോവും. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ആർക്കായാലും സുഖമായിട്ട് അറ്റാക്ക് ചെയ്യാം. കിങ് അത്രയ്ക്ക് സെൻറ്ററിൽ ഓപ്പൺ ആയിട്ട് നിൽക്കും. നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് റൂക്കിനെയൊക്കെ കൊണ്ടുവന്ന് നമുക്ക് കളിക്കാം. ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ ഇതെടുത്ത് പറയുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റിയൽ എൻജിനൊക്കെ യൂസ് ചെയ്ത് ഇതിൻ്റെ കറക്റ്റ് ഇത് വേണമെങ്കിൽ നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഇത്രയാണ് ഇന്നത്തെ ഈ വീഡിയോയും കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കാരോക്കാൻ ഡിഫൻസ് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ നിങ്ങളുടെ ഗെയിംസിൽ യൂസ് ചെയ്ത് നോക്കുക. നല്ല ഓപ്പണിംഗ് ആണ്. ഗ്രാൻഡ് മാസ്റ്റേഴ്സ് വരെ പ്രിഫർ ചെയ്യുന്ന ഓപ്പണിംഗ് ആണ്. ഇത് ഏതൊരു ബിഗിനർ ലെവലിലുള്ള ആൾക്കും പഠിക്കാനായിട്ട് വളരെ ഈസിയാണ്. സോ താങ്ക് യു.